പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചില വിഷയങ്ങളുടെ അല്ലെങ്കിൽ ചില സംഭവങ്ങളുടെ ചെറിയ വിശകലനമാണ് ഈ ചാനൽ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അമേരിക്കയിൽ ചേരി നിവാസികളുണ്ടോ ദരിദ്രരുണ്ടോ എന്നുള്ളതാണ്. സോ വെൽക്കം ടു ദ അനലൈസർ. ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതിനു മുമ്പ് 2019 സെപ്റ്റംബർ മാസം നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുകയും ഹൗഡി മോഡി എന്ന വിപുലമായ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ മറുപടിയായിട്ടാണ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നതും നമസ്തേ ട്രംപ് എന്ന പരിപാടി നടത്തുന്നതും. എന്നാൽ ട്രംപ് ഇന്ത്യയിലെത്തുന്നതിനു മുമ്പ് മാധ്യമങ്ങൾ വിവാദമാക്കിയ മറ്റൊരു വിഷയമുണ്ടായിരുന്നു. നമസ്തേ ട്രംപ് എന്ന റാലി കടന്നു പോകുന്ന അഹമ്മദാബാദിലെ വഴിയരികിലുള്ള ഒരു ചേരി മതിൽ കെട്ടിമറച്ചു എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ ആഘോഷമാക്കിയത്. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നാട്ടിലെ ചേരി ട്രംപും കൂട്ടരും കാണണ്ട എന്ന് വിചാരിച്ചിട്ടോ ആയിരിക്കാം അങ്ങനെ ഒരു മതിൽ കെട്ടിയതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. എന്നാൽ അമേരിക്കയിൽ ചേരിയുണ്ടോ ദരിദ്രരുണ്ടോ? സ്വർഗീയ തുല്യമായ ജീവിത സാഹചര്യങ്ങളുള്ള ഹോളിവുഡ് സിനിമകളുടെ ആസ്ഥാനമായ ലോകരാജ്യങ്ങളിലെ നമ്പർ 1 എന്നെല്ലാമാണ് അമേരിക്കയെക്കുറിച്ച് ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നത്. എന്നാൽ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി കെട്ടിയ അരമതിലല്ല, ചൈന വൻമതിൽ കെട്ടിമറച്ചാലും മറയാത്ത ജീവിത സാഹചര്യങ്ങളുണ്ട് അമേരിക്കയിൽ. ഏകദേശം 6 ലക്ഷം ജനങ്ങളാണ് അമേരിക്കയിൽ ഭവനരഹിതരായിട്ടുള്ളത്. ന്യൂയോർക്കിലും ലാസ് വെഗാസിലും ലോസ് ഏഞ്ചൽസിലും സാൻജോസിലും എന്നുവേണ്ട അമേരിക്കയുടെ എല്ലാ പ്രവിശ്യയിലും ഇത്തരം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭവനരഹിതരായിട്ടുള്ളത് ന്യൂയോർക്കിലാണെങ്കിലും ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നത് ലോകത്തെ ഏറ്റവും ഗ്ലാമറസ് സിറ്റി എന്നറിയപ്പെടുന്ന ലോസ് ഏഞ്ചൽസിലാണ്.
ഏകദേശം 60,000-ഓളം ആളുകളാണ് ലോസ് ഏഞ്ചൽസിൽ മാത്രം ഭവനരഹിതരായിട്ടുള്ളത്. ലോസ് ഏഞ്ചൽസിലെ ഒരു കണ്ടെയ്ൻമെൻറ്റ് ഏരിയയാണ് സ്കിഡ് റോ. സ്കിഡ് റോ യഥാർത്ഥത്തിൽ ഒരു ഭീകര റെഫ്യൂജി ക്യാമ്പിന് സമാനമാണ്. ലോസ് ഏഞ്ചൽസിൽ ഭവനരഹിതരായിട്ടുള്ള 70% ആളുകൾ യഥാർത്ഥത്തിൽ സ്കിഡ് റോയിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് സ്കിഡ് റോയിലെ ജനജീവിതം. മയക്കുമരുന്ന് വ്യാപാരവും വേശ്യാവൃത്തിയും മയക്കുമരുന്ന് ഉപയോഗവും പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നിറഞ്ഞതാണിവിടം. സാധാരണ നാടുകളിൽ ഇത്തരം ചേരി നിവാസികൾ ഒഴിഞ്ഞ പ്രദേശങ്ങളോ റെയിൽവേ ട്രാക്കുകളോ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ സ്കിഡ് റോയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് പൊതുനിരത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കിടയിലും പബ്ലിക് പ്ലേസുകളുമാണ്. ഇതൊരു പരിധിവരെ അവരുടെ പ്രതിഷേധമാണ്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള മാരക അസുഖങ്ങൾ കൊണ്ടും ഇത്തരം ജീവിത സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും വീർപ്പ് മുട്ടുകയാണ് സ്കിഡ് റോ. കാറുകൾ പാർപ്പിടങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവരിൽ. സെക്യൂരിറ്റി തൊഴിലാളികൾ, നൈറ്റ് ഷോപ്പ് തൊഴിലാളികൾ, എന്തിന് IT വിഭാഗത്തിൽ തൊഴിലെടുക്കുന്നവരുമുണ്ട്. അതിൻ്റെ കാരണം ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ടാണ്. കുറഞ്ഞ വേതനവും പാർപ്പിട സൗകര്യത്തിന് മുടക്കേണ്ട ചിലവ് കൂടുതലാണെന്നുള്ളതുമാണ് ഇത്തരക്കാരും തെരുവിൽ അഭയം തേടിയിരിക്കുന്നത്. പുതിയ കണക്കനുസരിച്ചിട്ട് അമേരിക്കയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 8 ലക്ഷത്തോളം ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ 90% പാർപ്പിട സൗകര്യങ്ങൾക്കായി നീക്കിവെക്കുന്നു. അതായത് 25,000 രൂപ സാലറി ലഭിച്ചാൽ അതിൽ 20,000 രൂപയും പാർപ്പിട സൗകര്യങ്ങൾക്കായി നീക്കിവെക്കേണ്ടി വരുന്നു. പാർപ്പിട സൗകര്യത്തിന് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ചിലവ് ഇത്തരം ആളുകളെയും ഭാവിയിൽ തെരുവിലേക്ക് നയിക്കും. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളെ, അത് ഇന്ത്യയായാലും അമേരിക്കയായാലും, ഭരണകർത്താക്കൾ ദീർഘദൃഷ്ടിയോടുകൂടി വീക്ഷിച്ച് അതിന് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയവും വിശകലനവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.